ഇത് മേഘാലയയിലെ കുന്നുകളിൽ നിന്ന് അപ്രത്യക്ഷരായ ദമ്പതികളുടെ നിഗൂഢവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ കഥയാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത്? പോലീസ് എങ്ങനെയാണ് ഈ വിചിത്രമായ കേസ് ഇത്ര വേഗത്തിൽ പരിഹരിച്ചത്? വ്ലോഗർ പകർത്തിയ വീഡിയോയിൽ ഞെട്ടിക്കുന്ന രഹസ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു? പോലീസിനെ കേസ് പരിഹരിക്കാൻ അത് സഹായിച്ചു? ഇതൊരു അരുംകൊലയുടെ കഥയാണ്. വെൽക്കം ടു മിഡ്നൈറ്റ് ഓട്ടോപ്സിസ്. വീഡിയോയിൽ കണ്ട ദമ്പതികളുടെ പേര് രാജ എന്നും സോനം എന്നുമായി. 2025 മെയ് 11 മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള രാജ രഘുവംശി സോനത്തിനെ വിവാഹം കഴിച്ചു. വിപുലമായ ആഘോഷത്തോടെയായിരുന്നു ആ വിവാഹം നടന്നത്. രാജ ഇൻഡോറിലെ ഒരു സമ്പന്ന വ്യവസായ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അവർ സാമ്പത്തികമായി സുരക്ഷിതരായിരുന്നു. രാജയുടെ സഹോദരങ്ങളെ പോലെ അവരും കുടുംബ ബിസിനസ്സിൽ സജീവമായി പങ്കെടുത്തിരുന്നു. രാജയുടെയും സോനത്തിന്റെയും അറേഞ്ച് മാരേജ് ആയിരുന്നു. രാജ വിവാഹത്തിൽ ശരിക്കും സന്തോഷവാനായിരുന്നു. കാരണം ഫോട്ടോകളിലും വീഡിയോകളിലും അവനും കുടുംബവും എത്ര സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് ആ ആഘോഷദിനം ആഘോഷിച്ചതെന്ന് കാണാൻ നമുക്ക് കഴിയും. പക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദുരന്തം സംഭവിക്കുമെന്നും അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും മോചനം ലഭിക്കില്ലെന്നും ആർക്കും അറിയില്ല. വിവാഹം മെയ് 11 നടന്നു. ആഘോഷങ്ങൾക്ക് ശേഷം ദമ്പതികൾ ഹണിമൂണിന് പോകാൻ തീരുമാനിച്ചു. എവിടേക്ക് പോകണമെന്നായി അവരുടെ ചർച്ച. പല സ്ഥലങ്ങളെക്കുറിച്ചും ചിന്തിച്ചെങ്കിലും മിക്കവാറും രാജ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മേഘാലയയിൽ രാജ ഒരിക്കലും പോയിട്ടില്ലാത്തതിനാൽ തീരുമാനം ഉറപ്പിച്ചു. ആദ്യം അസമിലെ കാമാഖ്യ ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടാനും പിന്നീട് മേഘാലയയിലേക്ക് പോകാമെന്നും രാജയും സോനവും തീരുമാനിച്ചു. കാര്യങ്ങൾ എല്ലാം ശരിയായി. 2025 മെയ് 20 അസമിലെ കാമാഖ്യ ദേവീക്ഷേത്രത്തിൽ പോയ ശേഷം മെയ് 22 സോനവും രാജയും ഗുവാഹത്തി വിട്ട് മേഘാലയയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതേ ദിവസം അവർ മേഘാലയയിലെ ഷില്ലോങ്ങിലെത്തി. നോൺഗ്രിയാറ്റ് മലൈ ഷിപ്നോ ഗ്രാമത്തിലെ ഷിപ്പാറ ഹോം സ്റ്റേ എന്ന സുഖകരമായ ഹോം സ്റ്റേയിൽ അവർ ചെക്ക് ഇൻ ചെയ്തു. ഈ ഹോം സ്റ്റേ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിനടുത്തായിരുന്നു. കൂടാതെ റബ്ബർ മരത്തിന്റെ പേരുകൊണ്ട് രൂപം കൊണ്ട ഒരു ഇരുനില പാലം ഉണ്ടായിരുന്നു. ഈ പാലം ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് അവർ ഒരു സ്കൂട്ടി വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം മെയ് 23 ഷിപ്പാറ ഹോം സ്റ്റേയിലെ CCTV ദൃശ്യങ്ങൾ പ്രകാരം ദമ്പതികൾ രാവിലെ 6 മണിയോടെ ചെക്കൗട്ട് ചെയ്തു. വാടകയ്ക്കെടുത്ത സ്കൂട്ടിയിൽ പ്രദേശം ചുറ്റിക്കാണാൻ അവർ ആകാംക്ഷയോടെ പുറപ്പെട്ടു. മേഘാലയയിലെ ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടമായ കാലിക്കായി എന്നറിയപ്പെടുന്ന ബൈട്രാങ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ അവർ പുറപ്പെട്ടു. ഈ വെള്ളച്ചാട്ടത്തിന് പിന്നിൽ വളരെ ദുഃഖകരമായ ഒരു കഥയുണ്ടായിരുന്നു. ഒരു ഖാസി വംശജയായ ഭർത്താവ് മരിച്ച കാൽക്കായി എന്ന ചെറുപ്പക്കാരി മകളുടെ സംരക്ഷണാർത്ഥം രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അവൾ ഒരു ചുമട്ടുതൊഴിലാളിയായി ജോലിക്ക് പോകുമായിരുന്നു. അവൾ വീട്ടിലായിരിക്കുമ്പോൾ കുഞ്ഞിനെ പരിപാലിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുമായിരുന്നു. എന്നാൽ മകളോട് അവൾ കാണിക്കുന്ന അമിതമായ ശ്രദ്ധയിൽ രണ്ടാം ഭർത്താവിൽ അസൂയ നിറഞ്ഞു. അയാൾ കുഞ്ഞിനെ കൊന്ന് തലയും അസ്ഥികളും വലിച്ചെറിഞ്ഞ ശേഷം മാംസം പാകം ചെയ്തു. ജോലി ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയ കാലിക്കായി ആരെയും കണ്ടില്ല. മകളെ അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ ജോലിയെടുത്ത് ക്ഷീണിച്ചു വന്ന അവൾ പാകം ചെയ്തു വെച്ച മാംസം കഴിച്ചു. കാലിക്കായി സാധാരണയായി വെറ്റില മുറുക്കാറുണ്ടായിരുന്നു. അവൾ സാധാരണയായി വെറ്റിലയും അടക്കിയും മുറുക്കുന്നിടത്തു നിന്ന് അറ്റുപോയ ഒരു കുഞ്ഞു വീരൻ കണ്ടെത്തി. തന്റെ അഭാവത്തിൽ വീട്ടിൽ തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ പാവത്തിന് മനസ്സിലായി. കോപവും സങ്കടവും കൊണ്ട് ഭ്രാന്ത് പിടിച്ച് ഒരു മഴവും വീശി അവൾ ഓട്ടം തുടങ്ങി. അത് അവസാനിച്ചത് വളരെ ഉയരെ നിന്ന് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിലാണ്. ഹൃദയം തകർന്ന അവൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അവൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിച്ചു. അങ്ങനെയാണ് കാലിക്കായ് വെള്ളച്ചാട്ടം എന്ന് ആ പേര് ആ വെള്ളച്ചാട്ടത്തിന് പറഞ്ഞത്. നമുക്ക് സംഭവത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ രാജയും സോനവും യാത്ര തുടങ്ങിയപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് മോശമായി. എന്നിട്ടും എന്തോ കാരണത്താൽ ദമ്പതികൾ വെള്ളച്ചാട്ടത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. കയറ്റം കയറുമ്പോൾ സോനത്തിന് അവരുടെ അമ്മായിയമ്മയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. സംഭാഷണത്തിനിടെ സോനം, അമ്മേ, ഞങ്ങൾ കയറ്റം വളരെ കുത്തനെയാണ്, ഞങ്ങൾ ശരിക്കും ക്ഷീണിതരാണ്,
വെള്ളച്ചാട്ടം ഇനിയും കുറച്ച് ഉയരത്തിലാണ്, അതിനാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവൾ കോൾ അവസാനിപ്പിച്ചിരുന്നു. സോനത്തിന്റെ അമ്മായിയമ്മയ്ക്ക് ഈ ഒരു സംഭാഷണം എന്തോ ഒരു അസ്വസ്ഥത തോന്നിപ്പിച്ചു. ദമ്പതികൾ ക്ഷീണിതരാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ആയതിനാൽ അവർ തിരികെ മടങ്ങാൻ ആവർത്തിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ വീണ്ടും വിളിച്ചപ്പോൾ 2 ഫോണുകളും ഉത്തരം നൽകാതെയായി. ആദ്യം കുടുംബം ഇതിനെ വലിയ കാര്യമായി കണ്ടില്ല, കാരണം അവർ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തായിരുന്നു. മേഘാലയയിൽ പലപ്പോഴും ഫോൺ സിഗ്നൽ ദുർബലമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കൂടാതെ കനത്ത മഴ പെയ്യുന്നതിനാൽ ഫോണുകൾക്ക് സിഗ്നൽ ലഭിക്കാത്തത് സാധ്യമാണെന്ന് തന്നെ തോന്നി. സമയം കടന്നുപോയി. ഉടൻ തന്നെ രാത്രിയായി. എന്നിട്ടും അവരുടെ ഫോണുകൾ അൺറീച്ചബിൾ ആയിരുന്നു. അപ്പോൾ രാജയുടെ കുടുംബം ആശങ്കപ്പെടാൻ തുടങ്ങി. പ്രത്യേകിച്ച് പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കാമെന്ന് അവർ ഭയപ്പെട്ടു. രാജ തന്റെ സഹോദരൻ വിപിന് യാത്രയുടെ ഫോട്ടോകൾ പതിവായി അയച്ചു. ഒരു ഫോട്ടോയിൽ രാജയും സോനവും വാടക സ്കൂട്ടിയിൽ ഇരിക്കുന്നത് കാണാമായി. സ്കൂട്ടിയുടെ നമ്പർ പ്ലേറ്റും വ്യക്തമായി. എന്നാൽ ആ നമ്പർ സ്കൂട്ടിയുടെ ഉടമയുടെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവരവുമായി വിപിൻ സ്കൂട്ടിയുടെ ഉടമയെ വിളിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകി. സോനവും രാജയും സ്കൂട്ടി എടുത്തിട്ട് ഇതുവരെ തിരികെ നൽകിയില്ലെന്ന് ഉടമ വെളിപ്പെടുത്തി. ഉടമ ഇത് പറഞ്ഞുടൻ ഇരു കുടുംബങ്ങളിലും പരിഭ്രാന്തി പടർന്നു. ചെറിയ ആശങ്കയായി തുടങ്ങിയത് വേഗത്തിൽ വലിയ ഉത്കണ്ഠയായി മാറി. സമയം പാഴാക്കാതെ ഇരു കുടുംബങ്ങളും മേഘാലയയിലേക്ക് ആളുകളെ അയച്ചു. സോനത്തിന്റെ സഹോദരനും രാജയുടെ സഹോദരനും പുറപ്പെട്ടു. അവർ മെയ് 24-ന് രാവിലെ മേഘാലയയിലെത്തി. അതേ ദിവസം മെയ് 24-ന് രാജയുടെയും സോനത്തിന്റെയും സഹോദരന്മാർ ഷില്ലോങ് പോലീസ് സ്റ്റേഷനിൽ കാണാതായവരെ കുറിച്ച് പരാതി നൽകി. അതേസമയം വീട്ടിലുള്ള കുടുംബങ്ങൾ ഇൻഡോർ പോലീസ് കമ്മീഷണറെ നേരിട്ട് ബന്ധപ്പെട്ടു. തൽഫലമായി ഷില്ലോങ് പോലീസ് അടിയന്തരമായി നടപടിയെടുത്തു. കനത്ത മഴയെ തുടർന്ന് മെയ് 24-ന് അന്വേഷണം താൽക്കാലികമായി നിർത്തി. എങ്കിലും മെയ് 25-ന് പോലീസ് രാവിലെ തന്നെ തിരച്ചിൽ ശക്തമായി തന്നെ പുനരാരംഭിച്ചു. അതോടൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, മേഘ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന ഒരു സംയുക്ത ടീം രൂപീകരിച്ചു. സോനത്തിന്റെ അവസാന സന്ദേശം വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞതിനാൽ ആ പ്രദേശം തിരച്ചിലിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി. വൈറ്റ് വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശവും രക്ഷാസംഘങ്ങൾ ശ്രദ്ധാപൂർവം തിരിഞ്ഞു. അതേസമയം രാജയുടെയും സോനത്തിന്റെയും കുടുംബങ്ങൾ സംഭവ സ്ഥലത്ത് എത്തി. അവരുടെ ബന്ധുക്കളിൽ ചിലർ അവർ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കരുതി. മറ്റു ചിലർ ഇത് കൊലപാതകവും ബലാത്സംഗവും ആണെന്ന് വിശ്വസിച്ചു. മേഘാലയ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ടൂറിസത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന സ്ഥലത്ത് ഇത്തരം ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അനിവാര്യമായും അതിന്റെ പ്രശസ്തിക്ക് ദോഷം വരുത്തും. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ മേഘാലയയുടെ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ വ്യക്തിപരമായി ഈ കേസിൽ ഇടപെട്ടു. അതിനിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും ഈ കേസിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. സാഗ്മയുമായി വ്യക്തിപരമായി സംസാരിച്ചു. എന്നിട്ടും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പ്രദേശത്ത് വിശദമായും സൂക്ഷ്മമായും തിരച്ചിൽ നടത്തിയിട്ടും പോലീസിന് രാജയെയോ സോനത്തിനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജൂൺ മാസം എത്തിയപ്പോൾ മാധ്യമങ്ങൾ രാജ കൊല്ലപ്പെട്ടിരിക്കാമെന്നും സോനം ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ മനുഷ്യക്കടത്തിന് ഇരയായിരിക്കാമെന്നും ഊഹിച്ചു തുടങ്ങി. ബംഗ്ലാദേശ് അതിർത്തി ആ പ്രദേശത്തിൽ നിന്നും വെറും 25 കിലോമീറ്റർ അകലെയായിരുന്നു. ഉടനെ തന്നെ ഇൻഡോറിൽ നിന്നുള്ള ഹണിമൂൺ ദമ്പതികളുടെ തിരോധാന കേസ് ദേശീയ ശ്രദ്ധ നേടി. മേഘാലയയിലെ നിയമവ്യവസ്ഥയെ ആളുകൾ വിമർശിക്കാൻ തുടങ്ങി. സംസ്ഥാനം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ച് അവർ ചോദ്യം ചെയ്തു. എന്നാൽ ജൂൺ 2-ന് ഒരു ഞെട്ടിക്കുന്ന ദിവസമാണ്. സരോങ് വെള്ളച്ചാട്ടത്തിനിടയിൽ പാതി വഴിയിൽ സോഹ്രാറിൻ വനത്തിൽ രാജാ രഘുവംശിയുടെ ശരീരം വളരെ അഴുകിയ നിലയിൽ 100 അടി താഴ്ചയിലുള്ള ഒരു കൊക്കയിൽ കിടക്കുന്നതായി കണ്ടെത്തി. അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് വാച്ച് അത് അവനാണെന്ന് സ്ഥിരീകരിച്ചു. അടുത്തുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ രക്തം പുരണ്ട മൂർച്ചയുള്ള ഒരു ആയുധം, രക്തത്തിൽ കുതിർന്ന ഒരു റെയിൻകോട്ട്, സോനത്തിന്റെ വെളുത്ത ഷർട്ട്, ഒരു വിവോ ഫോണിന്റെ തകർന്ന LCD സ്ക്രീൻ എന്നിവ കണ്ടെത്തി. എങ്കിലും സോനത്തെ ഇപ്പോഴും എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് രാജയുടെയും സോനത്തിന്റെയും കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീതി ആവശ്യപ്പെട്ടു. രാജ ഏകദേശം 10 ലക്ഷം രൂപ വില മതിക്കുന്ന ആഭരണങ്ങൾ ധരിച്ചു.
അതിലൊരു ഡയമണ്ട് മോതിരം, നെക്ലസ്, ബ്രേസ്ലെറ്റ് എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഇവയെല്ലാം സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായിട്ടുണ്ട്. ഇത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. എല്ലാവരും ഒരേ ഒരു ചോദ്യം ചോദിച്ചു: സോനം രഘുവംശി എവിടെയാണ്? അടുത്ത ദിവസം മധ്യപ്രദേശിലെ ഇൻഡോറിലെ തെരുവുകളിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. CBI അന്വേഷണത്തിനുള്ള ശക്തമായ ആവശ്യം ഇൻഡോർ ഹൈക്കമ്മീഷണറിൽ ഔദ്യോഗികമായി അയച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും രഘുവംശി കുടുംബത്തിന് ഒരു കത്തയച്ചു. ഇതിനിടെ ചിറാപുഞ്ചിയിൽ മേഘാലയ പോലീസ് ഡ്രോണുകളും സ്നിഫർ ഡോഗുകളും ഉപയോഗിച്ച് തീവ്രമായ തിരച്ചിൽ ആരംഭിച്ചു. പിന്നീട് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത സാക്ഷി മുന്നോട്ട് വന്നു. കേസിന്റെ ദിശയെ പൂർണ്ണമായി മാറ്റിമറിച്ച ആരായിരുന്നു ആ സാക്ഷി? നേരത്തെ സോനവും രാജിയും ഷിപ്പാറ ഹോസ്റ്റലിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അവർക്ക് ഒരു ഗൈഡിനെ വാഗ്ദാനം ചെയ്തു. പക്ഷെ സോനം അത് നിരസിച്ചു. ആ ഗൈഡിന്റെ പേര് ആൽബർട്ട് പൈൽ എന്നാണ്. ആൽബർട്ട് മേഘാലയ പോലീസിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. മെയ് 22 ഉച്ചയ്ക്ക് ശേഷം ദമ്പതികൾ ഷിപ്പാറ ഹോംസ്റ്റേയിൽ എത്തിയപ്പോൾ താൻ അവർക്ക് ചില പ്രാദേശിക കാഴ്ചകൾ കാണിച്ചു കൊടുത്തിരുന്നുവെന്നും, എന്നാൽ അടുത്ത ദിവസം രാവിലെ അവർ മൗലിക് കിയാറ്റിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവനോട് അവരുടെ കൂടെ പോകേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ 10 മണിയോടെ ആൽബർട്ട് സോനത്തിനെയും രാജിയെയും വീണ്ടും കണ്ടു. പക്ഷേ ഇത്തവണ അവർ തനിച്ചായിരുന്നു. അവർ 3 പുരുഷന്മാരോടൊപ്പം ഹിന്ദിയിൽ സംസാരിക്കുകയായിരുന്നു. കാസിയും ഇംഗ്ലീഷും മാത്രം മനസ്സിലാകുന്ന ആൽബർട്ടിന് അവരുടെ സംഭാഷണം മനസ്സിലായില്ല. ഈ സൂചന മേഘാലയ പോലീസിന് ഒരു വഴിത്തിരിവായി. അവർ അന്വേഷണം ഇതിനെ അടിസ്ഥാനമാക്കി കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ചിറാപുഞ്ചിയിലെ പോലീസ് 42 വ്യത്യസ്ത ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒരു കാര്യം ശ്രദ്ധേയമായി: സോനത്തിന്റെയും രാജയുടെയും അടുത്ത് 3 പുരുഷന്മാരെ പലതവണ കണ്ടിരുന്നു. ആൽബർട്ട് പറഞ്ഞ ഈ 3 പേർ ആരാണ്? ഈ 3 പുരുഷന്മാരും ഒരു സ്കൂട്ടിയിൽ സഞ്ചരിക്കുന്നത് ദൃശ്യത്തിൽ കാണാനുണ്ട്. അത് അവർ വാടകയ്ക്ക് എടുത്തതാകാം. പോലീസ് പിന്നീട് സ്കൂട്ടിയുടെ ഉടമയെ കണ്ടെത്തി. അവരിൽ ഒരാൾ യഥാർത്ഥ ID ഉപയോഗിച്ചാണ് സ്കൂട്ടി വാടകയ്ക്ക് എടുത്തതെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ആൽബർട്ടിന് അവരിൽ ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. മേഘാലയ പോലീസ് ഇൻഡോർ പോലീസിന്റെ സഹായം തേടി. കാരണം വാടകയ്ക്ക് എടുത്ത ID ഇൻഡോറിൽ നിന്നുള്ള ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടിരുന്നു. മറ്റു ബന്ധപ്പെട്ട നമ്പറുകളും അവിടെ നിന്നുള്ളവയായിരുന്നു. ഇൻഡോർ പോലീസ് ഈ നമ്പറുകൾ ട്രേസ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആദ്യ നമ്പർ ആകാശ് രാജ്പുത്തിൻ്റെതായിരുന്നു. തുടർന്ന് വിശാൽ ചൗഹാൻ, രാജ് കുശ്വാഹ, ആനന്ദ് കൂരി എന്നിവരുടേതായിരുന്നു. ജൂൺ 7 ഇൻഡോർ പോലീസ് ആകാശ് രാജ്പുത്തിനെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടർന്നു. 2025 ജൂൺ 8 ഉത്തർപ്രദേശിലെ ഗാസിപൂർ വാരണാസി ഹൈവേക്ക് സമീപമുള്ള അങ്കുഷ്പൂരിലുള്ള ഒരു റോഡ് സൈഡ് ധാബയിൽ ഒരു വിചിത്ര സംഭവം നടന്നു. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന കാശി ചായ് ജക്കോബ എന്ന ധാബയുടെ ഉടമ സാഹിൽ യാദവ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സ്ത്രീ രാവിലെ 10 മണിയോടെ എത്തി. അവർ ഒരു കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി. പ്രഭാത ഭക്ഷണം കഴിക്കുന്നവരോട് സംസാരിച്ച ശേഷം സാഹിലിന്റെ അടുത്തെത്തി. തന്റെ ഫോൺ വീണുപോയെന്നും ഒരു കോൾ ചെയ്യാൻ ഫോൺ കടം വാങ്ങണമെന്നും പറഞ്ഞു. ആ സ്ത്രീ സോനം രഘുവംശിയായിരുന്നു. സോനം 17 ദിവസമായി മേഘാലയയിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന തന്റെ സഹോദരൻ ഗോവിന്ദിനെ വിളിച്ചു. അവൾ കരയുകയായിരുന്നു. ഗോവിന്ദ് വീഡിയോ കോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കോൾ കട്ടായി. അവൻ ഉടനടി വീണ്ടും വിളിച്ചു. ധാബയുടെ ഉടമയോട് സോനത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാനോ പോലീസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനോ ആവശ്യപ്പെട്ടു. സോനം ഗാസിപൂരിലെ ധാബയിൽ ഇരിക്കുകയായിരുന്നു. ഗോവിന്ദ് ഈ സന്തോഷ വാർത്ത കുടുംബത്തോടും പോലീസിനോടും പങ്കുവച്ചു. ഉടൻ ഗാസിപൂർ പോലീസ് എത്തി. സോനത്തെ ആശുപത്രിയിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. അവൾക്ക് നേരിയ പനിയും തലവേദനയും ഉണ്ടായിരുന്നു. എന്നാൽ മരുന്ന് കഴിച്ച ശേഷം അവളെ ഒരു 1 സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റി. മേഘാലയ ഇൻഡോർ പോലീസുകാർക്ക് ഉടൻ വിവരം ലഭിച്ചു. അവർ ഗാന്ധിപൂരിലേക്ക് ഉടനെ എത്തി. അതിനിടെ ഇൻഡോറിൽ നിന്നുള്ള 4 പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. മേഘാലയ പോലീസ് അന്വേഷണത്തിൽ കഠിനമായി പ്രവർത്തിച്ചു. ഒടുവിൽ ഒരു പ്രതി ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാര മറ്റാരുമല്ല, അത് സോനം രഘുവംശി തന്നെയായിരുന്നു. ഈ വെളിപ്പെടുത്തൽ പോലീസിനെയും ബന്ധപ്പെട്ട കുടുംബങ്ങളെയും ഞെട്ടിച്ചു കളഞ്ഞു. സോനത്തിന്റെ ഭർത്താവ് രാജ രഘുവംശിയുടെ വധത്തിന് പിന്നിൽ മറ്റ് 4 പ്രതികളോടൊപ്പം സോനവും ഉണ്ടായിരുന്നുവെന്ന് ഒരു പ്രതി വെളിപ്പെടുത്തുകയാണ്. ഗാസിപൂർ ഇൻഡോർ പോലീസുകാർ റിമാൻഡ് ആവശ്യപ്പെട്ടു.
പ്രതികളെ മേഘാലയയിലേക്ക് കൊണ്ടുപോയി. അവരെ കോടതിയിൽ ഹാജരാക്കി 8 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. ഏകദേശം 3 വർഷം മുൻപ് രാജ് കുശ്വാഹ സോനത്തിന്റെ സഹോദരന്റെ കമ്പനിയിൽ വെയർഹൌസ് മാനേജറായി ചേർന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം സോനവും HR ഡിപ്പാർട്ട്മെന്റിൽ ആ കമ്പനിയിൽ ചേർന്നിരുന്നു. അവർ അടുത്ത സുഹൃത്തുക്കളായി. പിന്നീട് അത് പ്രണയമായി മാറി. പക്ഷേ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. സംശയം ഒഴിവാക്കാൻ രാജ് സോനത്തെ സഹോദരി എന്നാണ് വിളിച്ചിരുന്നത്. സോനത്തിന്റെ വിവാഹദിനം അടുത്തപ്പോൾ അവൾക്ക് കടുത്ത ഉത്കണ്ഠയുണ്ടായി. രാജ രഘുവംശിയെ വിവാഹം കഴിക്കുന്നത് തടയാൻ അവൾ ഒരു കടുത്ത തീരുമാനമെടുത്തു. അവളുടെ കാമുകൻ രാജ് കുശ്വാഹ ഒരു കാലത്ത് അവളുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഗോവിന്ദ് കോളനിയിലായിരുന്നു താമസിക്കുന്നത്. പിതാവ് ഉപേക്ഷിച്ചതിനാൽ കുടുംബ ഉത്തരവാദിത്തങ്ങൾ അവൻ വിഷമിക്കുകയായിരുന്നു. അവൻ സോനത്തിന്റെ സഹോദരന്റെ കമ്പനിയിൽ മാസം 10,000 രൂപയ്ക്ക് ജോലി ചെയ്തു. രാജിന് 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് രാജയെ ഒഴിവാക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഓരോരുത്തർക്കും 20 ലക്ഷം രൂപയും സോനത്തിന്റെ സഹോദരന്റെ കമ്പനിയിൽ ജോലിയും വാഗ്ദാനം ചെയ്തു. മെയ് 17-ന് 3 പേർ ട്രെയിനിൽ ഗുവാഹത്തിയിലേക്ക് യാത്ര ചെയ്തു. രാജ് അവർക്ക് 50,000 രൂപയും ഒരു മൊബൈൽ ഫോണും നൽകി. കൂടാതെ അവരുടെ വ്യക്തിഗത ഫോണുകൾ ഓഫ് ചെയ്യാനും നൽകിയ നിർദ്ദേശങ്ങൾ മാത്രം പ്രാവർത്തികമാക്കാനും നിർദ്ദേശിച്ചു. ഭക്ഷണത്തിനും താമസത്തിനും പണവും നൽകി. ട്രേസ് ചെയ്യപ്പെടാതിരിക്കാൻ വ്യാജ പേര് ഉപയോഗിച്ച് വ്യാജ സിം കാർഡ് വാങ്ങി. ആദ്യം അവരോടൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും താനും അപ്രത്യക്ഷനായതിനാൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ രാജ് കുശ്വാഹ പിന്മാറി. അതിനിടെ ഇൻഡോറിൽ രാജയുടെ ശവസംസ്കാര ഘോഷയാത്രയിൽ രാജ് കുശ്വാഹ സോനത്തിന്റെ പിതാവിനെ മരുമകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മെയ് 19-ഓടെ 3 ഗൂഢാലോചനക്കാർ ഗുവാഹത്തിയിൽ എത്തി. സോനം സ്വന്തം പണം ഉപയോഗിച്ച് രഹസ്യമായി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി. കാമാഖ്യ ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് കാരണമായി ഒരു നേർച്ചയുണ്ടെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു. സോനം ബോധപൂർവ്വം റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. മെയ് 18-ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ശേഷം അവൾ രാജ രഘുവംശിയോട് കാര്യം പറഞ്ഞു. അവൻ അവളോടൊപ്പം പോകാൻ സമ്മതിച്ചു. കാരണം ടിക്കറ്റ് ഇതിനോടകം വാങ്ങിയിരുന്നു. അവൾ രാജയോട് തന്റെ ആഭരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഫോട്ടോകൾക്ക് വേണ്ടിയാണെന്നാണ് അവളത് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവളത് മോഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഗുവാഹത്തിയിലെത്തിയപ്പോൾ സോനം തന്റെ 3 പങ്കാളികൾക്ക് ലൊക്കേഷൻ അയച്ചു കൊണ്ടിരുന്നു. ശരിയായ നിമിഷത്തിനായി അവർ കാത്തിരുന്നു. മെയ് 22-ന് ഒരു സെൽഫി എടുക്കുമ്പോൾ അവർ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ മോശം കാലാവസ്ഥ അവരെ തടഞ്ഞു. സോനം ഭർത്താവ് രാജയെ കൊക്കയിലേക്ക് തള്ളിയിടാൻ പദ്ധതിയിട്ടു. പക്ഷെ അത് നടന്നില്ല. മെയ് 22-ന് അവർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് സന്ദർശിച്ച് അവിടെ രാത്രി തങ്ങി. അടുത്ത ദിവസം രാവിലെ അവർ ഒരു മല കയറാൻ തുടങ്ങി. അവൾ കൂട്ടാളികൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അവളുടെ പങ്കാളികളും എത്തി. എന്നാൽ പ്രാദേശിക ഗൈഡായ ആൽബർട്ട് അവരെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും ക്ഷീണിതരായിരുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ഈ 3 ഗൂഢാലോചനക്കാരും രാജയുമായി പരിചയപ്പെട്ടു. അവർ സുഹൃത്തുക്കളായി. അവർ സന്ദർശനത്തിന് വന്നവരാണെന്ന് പറഞ്ഞു. പക്ഷേ സംശയം ഒഴിവാക്കാൻ അവർ രാജയുമായി സൗഹൃദം സ്ഥാപിച്ചു. മലകയറ്റത്തിൽ ക്ഷീണിതരായപ്പോൾ അവർക്ക് പദ്ധതി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായി. ഗുവാഹത്തിയിൽ നിന്ന് അവർ ആയുധങ്ങൾ കരുതി. തുടക്കത്തിൽ പരാമർശിച്ച ബ്ലോഗർ രാജയെയും സോനത്തെയും പിന്തുടർന്ന് നടക്കുന്ന 3 കൊലയാളികളെ ആകസ്മികമായി റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. വെയിൽ ഷഡൌൺ വെള്ളച്ചാട്ടത്തിനടുത്ത് വെച്ച് വിശാൽ രാജയെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. സോനത്തിന്റെ സഹായത്തോടെ അവർ അവനെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ, ഫോൺ, ആയുധം എന്നിവ ഉപേക്ഷിച്ച് തെളിവുകൾ മറച്ചു വെച്ചു. 4 പേർ 2 സ്കൂട്ടറുകളിൽ പോയി. സോനം ഇറങ്ങി സ്കൂട്ടി ഉപേക്ഷിച്ചു. പിന്നീട് അവർ വേർപിരിഞ്ഞു. സോനത്തെ തിരിച്ചറിയപ്പെടാതിരിക്കാൻ വിശാൽ ഒരു ബുർഖ നൽകി. പിന്നീട് സോനം ഗുവാഹത്തി, സിലിഗുരി, പട്ന, ആര, ലക്നൗ, ഒടുവിൽ ഇൻഡോറിലേക്ക് ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്തു. അവിടെ ദേവാസ് ഗേറ്റിനടുത്ത് ഒരു ഫ്ലാറ്റിൽ താമസിച്ചു. 3 പ്രതികൾ പിടിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ സോനം ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം പദ്ധതിയിട്ടു. ഇരയായി നടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒടുവിൽ സത്യം പുറത്തു വന്നു. രഘുവംശിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് തലയ്ക്ക് മാരകമായ മുറിവുകൾ ഏറ്റിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തുടരുന്നു. ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നു.
സോനം രാജനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനാണ് രാജയെ വിവാഹം കഴിച്ചത്? അവൾക്ക് വിവാഹത്തിന് മുൻപ് രാജനോടൊപ്പം ഒളിച്ചോടാമായിരുന്നല്ലോ. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകൾ രേഖപ്പെടുത്തുക. ചില കഥകൾ ഇങ്ങനെയാണ്, വളരെ വിചിത്രമാണ്. എന്തിനാണ് നമ്മൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ കൊലപ്പെടുത്തുന്നതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാതെ പോകും. ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ വാർത്തകളായി ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. അപ്പോൾ മിഡ്നൈറ്റ് ഓട്ടോപ്സിയുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിചിത്രമായ കഥയുമായി അടുത്ത തവണ കാണാം.